പ്രിയ നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശ്വവിമോചനമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസം കൊണ്ട് അനുഗ്രഹീതമായ യശ്ലബ് മുഹൂർത്തത്തിൽ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. സഹോദരങ്ങളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവരുടെ നാനാത്മകമായ ഉന്നമനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമുക്ക് ദർശിക്കാൻ പറ്റും. എന്തെന്നാൽ ഗോത്രമഹിമയുടെയും കുലതയുടെയും പേരിൽ ഓട്ടുപാത്രം പോലെ കലഹിച്ചിരുന്ന പരിശുദ്ധ മക്ക മലയാളത്തിലെ അസംസ്കൃതരായ കാട്ടറബി സമൂഹത്തെ മഹത്തായ സത്യപാതയിലേക്ക് കൊണ്ടുവരാൻ അടിയറ വെച്ചത് ഇഹലോക ജീവിതത്തിലെ സുഖാനുഭൂതികളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പലതും നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി അസൗഖ്യം വരിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ജീവനേക്കാളെ സ്നേഹിക്കണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വവിമോചന നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആശംസിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. സഹോദരങ്ങളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവരുടെ നാനാത്മകമായ ഉന്നമനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമുക്ക് ദർശിക്കാൻ പറ്റും. എന്തെന്നാൽ ഗോത്രമഹിമയുടെയും കുലതയുടെയും പേരിൽ ഓട്ടുപാത്രം പോലെ കളിച്ചിരുന്ന പരിശുദ്ധ മക്ക മലയാളത്തിലെ അസംസ്കൃതരായ കാട്ടറബി സമൂഹത്തെ മഹത്തായ സത്യപാതയിലേക്ക് കൊണ്ടുവരാൻ അടിയറ വെച്ചത് ഇഹലോക ജീവിതത്തിലെ സുഖാനുഭൂതികളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പലതും ധരിച്ച, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി അസൗഖ്യം വരിച്ച സാക്ഷര മദീനയുടെ രാജകുമാരൻ സഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ മുസ്ലിമായി പിറന്ന ഓരോരുത്തരുടെയും മേൽ നിർബന്ധ ബാധ്യതയാണ്. അന്ധകാരത്തിന്റെ അന്ധകടങ്ങൾ തച്ചുടച്ച് ഇസ്ലാമിക പൈതൃകം മുളച്ചു വാർത്തെടുക്കാൻ സഹാബത്തുൽ കിറാമത്തിന് സാധിച്ചത് മദീനയുടെ പച്ചയായി വിരിക്കപ്പെട്ട പച്ച ഹുബ്ബയുടെ കീഴിൽ സ്വർഗ്ഗമണ്ഡ വിശ്വശില്പിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ജനങ്ങളെക്കാളും എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ ആരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. നബിയോട് സഹാബിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതില്ലായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ശരീരം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻസാരി നേതാവായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലെ സംഘലിപികളാൽ ലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നു, ആർത്തുലക്കുന്ന കടയെല്ലാം കാണുന്ന നബിയെ, അങ്ങ് ഞങ്ങളോട് എടുത്തു ചാടാൻ ആജ്ഞാപിച്ചതെങ്കിൽ പോലും അതനുസരിച്ച് ചാടാൻ ഞങ്ങൾ തയ്യാറാണെന്നായിരുന്നു. ഇതാണ് സഹോദരങ്ങളെ മധു നബി, ഇതാണ് ഉപ്പു നബി. എന്നാൽ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? ഏതൊക്കെ സുന്നത്തുകളാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്? കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചു വാരി പുണർന്നും എല്ലാ തനതായ ശൈലികളും വാരി വലിച്ചു കളഞ്ഞിട്ട് ഈ ലോകത്തിന്റെ ഭീമശതയുടെ എല്ലാ ഭാഗങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ദുനിയാവിന്റെ ലാഭമാണ് വരുന്നത് കരുതിയ മുസ്ലിം ചെറുപ്പക്കാരാ, വിളിക്കേണ്ടത് ഹബീബിന് വേണ്ടിയല്ലേ? മുദ്രാവാക്യം വിളിക്കേണ്ടത് മുത്തിന് വേണ്ടിയല്ലേ? സ്വാഗതം ഓതേണ്ടത് ആ രാജകുമാരന് വേണ്ടിയല്ലേ? മുറുകെ പിടിക്കേണ്ടത് ഹബീബിന്റെ സുന്നത്തുകളല്ലേ?
സംഹരിക്കുന്നു. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.